ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർമ്മച്ചപ്പിൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും ശക്തനായ ഏകാധിപതിയായ ഒരു ഭരണാധികാരി ആയിരുന്നു ഹിറ്റ്ലർ. ഇന്ന് ഹിറ്റ്ലറുടെ സഹധർമ്മിണി ആയ ഇവാ ബ്രൗണിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവാ ബ്രൗൺ 1912 ആണ് ജനിച്ചത്. അവളുടെ 17ാമത്തെ വയസ്സിലാണ് ഹിറ്റ്ലറെ കണ്ടുമുട്ടുന്നത്. ഇവൾ മ്യൂണിക്കിലെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഹിറ്റ്ലറെ ആദ്യമായിട്ട് കാണുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇവൾ പല രീതിയിൽ ചേഷ്ടകളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഹിറ്റ്ലർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പല ദിവസങ്ങൾ കടന്നുപോയി. ഹിറ്റ്ലറുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവൾ തൻ്റെ തോക്ക് എടുത്ത് നിർവഹിക്കുകയാണ്. സ്വയമേ ആത്മഹത്യാശ്രമം നടത്തുകയാണ്. വെടിവെച്ച് കേട്ട് എല്ലാവരും ഞെട്ടി. ഹിറ്റ്ലറും കണ്ടു. ഹിറ്റ്ലർ ഓടിയടുത്ത് വന്നു. പെൺകുട്ടിയാണ്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അവിടെ ചെന്നു. അവൾ മയക്കം കഴിഞ്ഞ ശേഷം ഹിറ്റ്ലറോട് പറയുകയാണ്. ഹിറ്റ്ലർ അപ്പോൾ മുതൽ പ്രതിബദ്ധതയോടെ ഇവായെ പ്രണയിക്കുകയാണ്. ആ പ്രണയം അങ്ങനെ പൊട്ടിവിടരുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 1935 ന്യൂറംബർഗ് യോഗം നടക്കുന്നത്. ന്യൂറംബർഗ് യോഗം നടക്കുന്നത് നാസികളുടെ നയരൂപീകരണത്തിലാണ്. അതായത് തങ്ങളെ എതിർക്കുന്നവരെ എങ്ങനെ പീഡിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഹിറ്റ്ലർ തിരക്കിലായിരുന്നു. ഹിറ്റ്ലറെ കാണാൻ കാരണം വീണ്ടും ഇവ ആത്മഹത്യാശ്രമം നടത്തുകയാണ്. രണ്ടാമത് വിഷം കഴിക്കുകയാണ്. ഹിറ്റ്ലർ ഇതറിഞ്ഞ് ഓടി വരികയാണ്. അവൾ ഭേദമായതിനു ശേഷം ഹിറ്റ്ലറോടൊപ്പം തന്നെ ബങ്കറിൽ താമസിപ്പിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെമ്പട ഹിറ്റ്ലറെ വളഞ്ഞ് ആക്രമിക്കാൻ പോകുന്നത് വിവരം അറിഞ്ഞത്. ഹിറ്റ്ലർ എങ്ങനെയോ പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ഇവായെ അവിടെ കൂടിയിരുന്ന സൈന്യാധിപരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച് അവരുടെ വിവാഹ ജീവിതം 40 മണിക്കൂർ പോലും നീണ്ടു നിന്നില്ല. ആ സമയത്ത് ചെമ്പട വളഞ്ഞു. കിടക്കാനുള്ള ശ്രമം വരുമ്പോൾ ഹിറ്റ്ലറും ഇവായും ആത്മഹത്യ ചെയ്യണം. രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നു. പ്രണയം എത്ര ശക്തിമാനായാലും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരം പ്രണയം അത് നിലനിൽക്കും എന്ന് കാണിക്കുകയാണ്. ഹിറ്റ്ലർക്കൊരു നയമുണ്ടായിരുന്നു. പുരുഷന്മാർ യോദ്ധാക്കളും സേനാധിപന്മാരും ആയി കഴിയുക, സ്ത്രീകൾ വീട്ടമ്മമാരായി വീട്ടിൽ കഴിയുക എന്നുള്ളതാണ്. ഇതാണ് യുവ. നന്ദി, നമസ്കാരം.